ഡോക്ടർ, അതുപോലെ ഈ ഇലക്ഷനിൽ നല്ലൊരു വിജയം നേടിയതാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി. മലബാർ ബെൽറ്റ് അവരുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ആ ശക്തി ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ പ്രകടനം. കാരണം 27 സീറ്റിലും മത്സരിച്ച് 22ലും വിജയിച്ചൊരു ടീമാണ് അവർ. ഇപ്പോൾ അവർ അർഹമായ സ്ഥാനങ്ങൾ അത് അവർ വാദിക്കുന്നില്ലെങ്കിൽ കൂടിയും അത് കൊടുക്കാനുള്ള സാധ്യത. അത് കൂടാതെ ഉപമുഖ്യമന്ത്രി പദം ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി കൊടുക്കും എന്നൊരു കേൾവിയുണ്ട്. അങ്ങനെ എന്താണ് മുസ്ലിം ലീഗിന് ഈ കേരളത്തിലുള്ള രാഷ്ട്രീയത്തിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗ് BJP പോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു വർഗീയ പാർട്ടിയല്ലേ? കാരണം പലപ്പോഴും BJP 3 സീറ്റ് നേടി വർഗീയ ശക്തികളുടെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നവർ 22 സീറ്റ് മുസ്ലിം ലീഗ് നേടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ആ രീതിയിൽ പറയാറില്ല. എന്താണ് മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലുള്ള അവരെന്താണ് കേരള രാഷ്ട്രീയത്തിന് നൽകിയിരിക്കുന്നത് വരെ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മൾ ആത്യന്തികമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതത്തോട് ബന്ധപ്പെട്ട് വരുന്നൊരു പാർട്ടിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കോൺഗ്രസ് ഉണ്ടാകുന്നൊരു കാലഘട്ടം നമുക്കറിയാം. 1885 ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഉണ്ടാകുന്നത്. ഈ കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ആ കോൺഗ്രസ് ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഈ സർ സയ്യിദ് അഹമ്മദ് ഖാനോട് ബന്ധപ്പെട്ട് വരുന്ന ആ സർ സയ്യിദ് അഹമ്മദ് ഖാനോട് AFU ചോദിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറയുന്നത് മുസ്ലിങ്ങൾ ഒരിക്കലും കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കാലഘട്ടം പോകുന്നു. അങ്ങനെയാണ് 1905 ബംഗാൾ വിഭജനം ഉണ്ടാകുന്നു. ബംഗാൾ വിഭജനത്തോട് ബന്ധപ്പെട്ട് വരുന്ന സ്വദേശി പ്രസ്ഥാനം. ഈ സ്വദേശി പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്താണ് കോൺഗ്രസിൻ്റെ ഒരു വളർച്ച, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ബ്രിട്ടീഷുകാരോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് അനുകൂലമായിട്ടുള്ള മറ്റൊരു സംഘടന കൂടി, കോൺഗ്രസ് തന്നെ ബ്രിട്ടീഷ് അനുകൂലമാണ്, ബ്രിട്ടീഷ് അനുകൂലികളായിട്ടുള്ള മറ്റൊരു സംഘടന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകേണ്ടതുണ്ടെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ലോർഡ് മിൻറ്റോയോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ടാണ് 1906 മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. ധാക്കയിൽ നവാബിനോടൊക്കെ ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ മൗലവിമാരും മുല്ലമാരെല്ലാം ചേർന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നിലനിർത്താൻ ശ്രമിക്കുന്ന ഹൈന്ദവതയുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്കെതിരെ ജാതീയമായി വംശീയമായി ഒത്തൊരുമിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആശയത്തിൽ തന്നെ അത് അധിഷ്ഠിതമാണ്. നമുക്കറിയാം, മുസ്ലിം ലീഗിനോടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടിയും സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അദ്ദേഹം പറയുന്നത്, അതായത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ ശത്രു എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരല്ല, ഹിന്ദുക്കളാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ് പിന്നീട് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു ആശയം വരുന്നത്. അപ്പോൾ ആ മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നത് ഈ ഹൈന്ദവ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ആ ഹൈന്ദവതയോട് ബന്ധപ്പെട്ടുള്ള ആ കൂട്ടുകെട്ടിൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവരണം എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു. അപ്പോൾ അതിനെതിരെ രൂപപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു ഈ പറഞ്ഞ മുസ്ലിം ലീഗ്. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നീട് ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിൻ്റെ വളർച്ചയോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യ വിഭജനം ഉണ്ടാകുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു വിഭജനം ഉണ്ടാകുന്നു. അപ്പോൾ വംശീയമായിട്ടുണ്ടാകുന്ന കാഴ്ചപ്പാടുകളെ ഉണർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ഇടം വേണം, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങൾ വിഭജിക്കേണ്ടതിനുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന ആ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ വർഗീയമായ ചിന്താഗതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലും അല്ലെങ്കിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വർഗീയ ചിന്ത തന്നെയാണ്, അല്ലെങ്കിൽ വംശീയമായ ചിന്ത തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചല്ലോ, സ്വതന്ത്രത്തിന് മുമ്പുണ്ടായി രൂപപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന കേരളത്തിലെ ഘടകം, ആ കേരളത്തിലെ ഘടകം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു പുതിയൊരു അവബോധം അവരിലുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന വംശീയമായിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ മതപരമായിട്ടുണ്ടാകുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ പുലർത്തിയിരുന്ന വംശീയമായ അല്ലെങ്കിൽ മതപരമായിട്ടുണ്ടാകുന്ന തീവ്രത അവർക്ക് പുലർത്താൻ കഴിയില്ല. കാരണം ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ശക്തിമത്തായിട്ടൊരു കൂട്ടായ്മ ഇന്ത്യയിൽ വിപുലീകരിക്കപ്പെട്ടെന്നും, മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അതേ തീവ്രത അല്ലെങ്കിൽ മതതീവ്രത മുസ്ലിങ്ങളും പുലർത്തുകയാണെങ്കിൽ ആ വിഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ, എല്ലാ സമൂഹങ്ങളോട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗിനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവരെ നയിക്കുന്ന അവരുടെ ആശയത്തിൻ്റെ ഇടയിൽ, ആ ആശയത്തിൻ്റെ പുറകിൽ ഈ പറയുന്ന മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന തീവ്രമായിട്ടുള്ള ഒരു ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഈ പറയുന്ന ഒരു വിഭാഗങ്ങളുടെ ഇടയിലേക്ക് മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം, അല്ലെങ്കിൽ മതപരമായിട്ടുണ്ടാകുന്ന അവരുടെ ഒരു കൂട്ടായ്മ, ആ മതപരമായിട്ടുണ്ടാകുന്ന അവരുടെ ഒരു വേർതിരിവ്, ആ വേർതിരിവിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബലപ്പെടുത്തൽ കേരളത്തിൽ സാധ്യമാകില്ല എന്നുള്ളൊരു ബോധ്യം ഈ പറയുന്ന വിഭാഗത്തിനുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ഒരു അജയശക്തിയായിട്ട്, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി താൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുകയോ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ കടന്നുകൊണ്ട് കേരളം ഭരിക്കാമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകാത്തതിൻ്റെ കാര്യം
അവരുടെ ആശയത്തിൽ പറയുന്ന മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മതരാഷ്ട്രീയ പാർട്ടിയായിട്ട് അവർക്കൊരിക്കലും കേരളത്തിൽ അവരുടെ ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കാൻ പറ്റുന്ന ബോധമാണ് അവർ ഈ വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. മറിച്ച് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു വിഭാഗം, അതായത് ഹിന്ദുക്കളോട് പറയുന്നത് ക്രിസ്ത്യാനികളോട് ബന്ധപ്പെട്ട് വരുന്ന എണ്ണം കുറയുകയും മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ജനസംഖ്യയുടെ വർധനവുണ്ടാങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എങ്ങനെയാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ആശയങ്ങൾ പിൻപറ്റാൻ അവർ തയ്യാറാകും. അപ്പോൾ സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന ഇവിടുത്തെ കാഴ്ചപ്പാടുകളുണ്ട്, സാമൂഹ്യപരമായിട്ടുണ്ടാകുന്ന ഇവിടുത്തെ മാറ്റങ്ങളെ കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് വംശീയമായ ഈ പറയുന്ന വർത്തമാനങ്ങൾ പറയാൻ ഈ വിഭാഗം ശ്രമിക്കാത്തത്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് BJP പോലെ തന്നെ അതുപോലെ തന്നെയുള്ള തീവ്രതമായ മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗും. വരുന്ന കാലഘട്ടത്തിൽ അതായത് BJPയുടെ വളർച്ചയെ തടയണമെങ്കിൽ ഈ പറയുന്ന ഒരു വിഭാഗങ്ങൾക്ക് കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പറയുന്ന കോൺഗ്രസിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ മുസ്ലിം ലീഗിനൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. ആ മുസ്ലിം ലീഗിനൊരു വളർച്ച ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ജനവിഭാഗമാണെന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള അവകാശത്തോടു കൂടി അവർക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ പറ്റുന്ന ബോധം അവരിൽ കൃത്യമായിട്ട് ഉണരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വർഗീയതയോട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളോ പ്രവൃത്തികളോ അവരിൽ നിന്നുണ്ടാകത്തെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.